എൻ്റെ ചാനൽ വഴി ഞാൻ അവരത് മാത്രമേ പടച്ചു വിടൂ എന്ന് പറഞ്ഞു വയ്ക്കുന്ന കുറേ ടിപ്സ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഏറ്റവും വലിയ കണ്ണിയാണ് നമ്മൾ നീലക്കുയിൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ പിൻഗാമികളായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് വാലും തൂക്കി. ഗൈസ് എനിക്ക് മനസ്സിലാവത്തുണ്ട് ഗൈസ്. ഇവന്മാരെന്നൊക്കെ പറയുമ്പോൾ രാവിലെ ആകുമ്പോൾ തിയേറ്ററിൻ്റെ അകത്ത് പോയിരുന്നിട്ട് അവിടെ നിന്ന് തെണ്ടിപ്പറക്കി ഇരിക്കുമ്പോൾ സെലിബ്രിറ്റീസ് വരും. ഈ സെലിബ്രിറ്റീസിൻ്റെ കോണത്തിൻ്റെ ഇടയിൽ കൊണ്ട് ക്യാമറ വെച്ചിട്ട് ആ ക്യാമറ കിട്ടിയ വീഡിയോ എടുത്തിട്ട് റീലിടുന്നൊക്കെ പറയുമ്പോൾ എബോട്ട് കാണണം ഗൈസ്. ഇവന്മാർ എന്തെങ്കിലുമൊക്കെ എഴുതി പടച്ചങ്ങ് വിടും. ഈ പടച്ചു വിടുന്ന സാധനം ആൾക്കാർ കണ്ട് ആ ആൾക്കാരെടുത്ത് അതിട്ട് റോസ്റ്റ് ചെയ്ത് മറ്റേ തേങ്ങയാക്കി അവസാനം റീലിൽ കമൻറ്റ് ബോക്സ് കാണണം ഗൈസ്. ഓക്കെ, അവന്മാരെ ഈ കമൻറ്റ് ബോക്സ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല ഗൈസ്. ഓക്കെ, അത്രയ്ക്ക് ഊക്കും അവരതൊക്കെയാണ് ഗൈസ് ആ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സ്റ്റാറ്റസ് അല്ല വേണ്ടത്, സ്റ്റാറ്റിക്സ് ആണ് വേണ്ടത്. ഓക്കെ, കാരണം ചാനൽ എങ്ങനെയും വളർന്നാലും കുഴപ്പമില്ല. ഞാൻ പറയില്ല ഗീസ്, ഇവന്മാരൊക്കെ അവരാഗത്തിന് കയ്യും കാലും വെച്ചും പറയണം. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ക്യാമറ അവിടെ ജസ്റ്റ് ഒന്ന് ചലിപ്പിച്ചാന്നെങ്കിലും നോക്കണം. അത്രയ്ക്കും കണ്ണിങ് ആയിട്ടാണ് ഗീസ് അവന്മാർ ആ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ക്ലിപ്പ് കിട്ടിയാൽ പിന്നെ അത് മതിയല്ലോ റീച്ച് ഉണ്ടാക്കാൻ. ഇങ്ങനെയുള്ള കുറേ ആ കഴപ്പന്മാരാണ് മീഡിയ എന്ന് പറഞ്ഞ് ക്യാമറയും തൂക്കി സെലിബ്രിറ്റീസിൻ്റെ തോളത്ത് കയറി പോകുന്നത്. കഴപ്പെന്നൊക്കെ പറയുമ്പോൾ ഇജ്ജത്ത് കഴപ്പ് വേറെ എവിടെയും കാണില്ലേ ഗൈസ്. ഇവന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഊക്കുകൾ കിട്ടണമെന്ന് വെച്ചാൽ ഇവന്മാരെ എബോട്ട് നോക്കണം. ഓക്കെ, ഈ ഒരു വീഡിയോൻ്റെ എബോട്ട് കാണുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവും അവന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഊക്കുകൾ കിട്ടുന്നത്. ചെരുപ്പ് ഇടുന്നതിനിടെ ഐശ്വര്യലക്ഷ്മിക്ക് സംഭവിച്ചത് കണ്ടു. അണ്ണ ഇതിൽ എവിടെയാണ് ആ ചെരുപ്പിടുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇവർ നാളെ ഒരാൾ തുണിയില്ലാതെ റോട്ടിൽ കൂടെ നടന്ന ഇവർ പറയുന്നത് തുണി ഇട്ടുകൊണ്ട് നടക്കണമെന്ന് എനിക്ക് അറിയാൻ മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. കഴപ്പത്തിന് കാണിച്ചിട്ട് അത് വീഡിയോ ഇട്ടിട്ടും എന്നിട്ടും അതിൻ്റെ എബോട്ട് നോക്കണം. ചെരുപ്പിടാൻ പോയപ്പോഴെന്ന് എൻ്റെ പൊന്നു ഏതൊക്കെ കണ്ണു വെച്ചാണ് ഇവർക്ക് എനിക്ക് അവരാണെങ്കിൽ കുനിഞ്ഞപ്പോൾ തന്നെ ഇവന്മാർ ആ ക്യാമറ എടുത്ത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ച്. നോക്കി, അപ്പോൾ ഒന്ന് ആലോചിക്കണം ഗൈസ്, ഇവന്മാർക്ക് അബദ്ധത്തിൽ കിട്ടുന്ന ക്ലിപ്സൊന്നും അല്ല. ഇവന്മാർ ഇതൊക്കെ മനഃപൂർവ്വം കണ്ടും അറിഞ്ഞും ചെയ്യുന്ന ക്ലിപ്സൊക്കെ തന്നെയാണ് ഈ കിട്ടുന്നത്. നോക്കി, എന്നിട്ട് ഇതിൻ്റെ എബോട്ട് നോക്കണം ഗൈസ്. അതാണ് ഗൈസ് കോമഡി. ആരാധ്യ മൈക്ക് കസേരയിൽ വെച്ചപ്പോൾ എല്ലാവരും എന്തിനാ കൈയടിച്ചത്? വേറെ ഒന്നിനൊന്നും അല്ലടാ, നീ അവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ നിന്റെ വിരിഞ്ഞ ചന്തി അവർ കണ്ടു കാണും, അതുകൊണ്ടായിരിക്കും അവർ കൈയടിച്ചത്. നോക്കി, ഒന്ന് ആലോചിക്കണം ഗൈസ്, ഏതൊക്കെ തരം കഴപ്പ് പിടിച്ച കമൻറ്റ് ഇട്ടേണോ. ആ വീഡിയോ എടുത്തിട്ട് അത് അവന്മാർ ചെറിയ ക്ലിപ്പാക്കി അതെടുത്ത് ഇൻസ്റ്റയിൽ റീലെടുത്ത് ഇട്ടിട്ട് അവന്മാരിട്ടേക്കണ എബോട്ടാണെന്ന് ആലോചിച്ചോണം. ഓക്കെ, കസേര അവരാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പേടിച്ച് കുത്തിയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം അവരൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ മതി, ഇവന്മാർ എവിടെയെങ്കിലൊക്കെ പിടിച്ച് ക്യാമറ ആംഗിൾ എടുത്തിട്ട് ആ ഒരു ക്ലിപ്പ് എടുത്ത് അവന്മാർ പിന്നെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇടും. അതുകൊണ്ട് കേസ് അവരെങ്ങനെയെങ്കിലൊക്കെ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഇവന്മാർ ആംഗിൾ ഫോക്കസ് നോക്കണം. ഏതെങ്കിലും ഒരു ആക്ട്രസ് അവിടെ കുത്തിയിരിക്കുകയാണെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ക്യാമറ ഫോക്കസ് കൊണ്ട് താഴ്ത്തിയായിരിക്കും പിടിക്കുന്നത്. കാരണം അറിയാമല്ലോ കേസ് ഇങ്ങനെ കിട്ടുമോ നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ എണിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവന്മാർ ക്യാമറ ഫോക്കസ് നോക്കുകയാണെങ്കിൽ ഇവർ പൊക്കി പിടിക്കും, നല്ല രീതിയിൽ പൊക്കി വയ്ക്കും. കാരണം മനസ്സിലല്ല കേസ് അങ്ങനെ കിട്ടണം അവന്മാർക്ക്. ഓക്കെ, അത് കിട്ടാൻ വേണ്ടിയാണ് ഗീസ് ഇവർ ഈ ഒരു കടപ്പത്രമൊക്കെ കാണിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല ഗീസ്. നമസ്കാരം. പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഇപ്പോൾ ഒരു സെലിബ്രിറ്റീസ് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലും ഇവന്മാർ അവിടെ മണത്തെറിഞ്ഞും ചെല്ലും. ഓക്കെ, അവിടെ മണത്തെറിഞ്ഞ് ചെന്നിട്ട് അവിടെ ചെന്ന് ക്യാമറ എടുത്ത് അവരെ ആനയിച്ചില്ല കുടുംബക്കാരവിടെ ചെന്ന് അവർ ആനയിക്കുന്ന പോലെയാണ് ഗൈസ് ഇവന്മാർ അവരെ പോയി പിടിച്ചെടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ ഒരു സെലിബ്രിറ്റി ആവുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഇതേപോലുള്ള കുറേ ഓൺലൈൻ മീഡിയസിനാണ്. ഓക്കെ, ഇവന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും സമാധാനം തേടി മാറി നിൽക്കുവാൻ പോവുകയാണെങ്കിൽ ഇവന്മാർ നിങ്ങളെ കയ്യിൽ ഒരു ഹിഡൻ ക്യാമറ തന്നിരിക്കും. കാരണം ഒരു വീഡിയോ ക്ലിപ്പ് പോലും അവന്മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഗൈസ്. അതുകൊണ്ട് അവർ അത്രയും കണ്ണിങ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നോക്കി, ഒന്നും മനസ്സിലാക്കാൻ ഏത് സെലിബ്രിറ്റീസിന് ശാപം ഇതേപോലുള്ള ഓൺലൈൻ മീഡിയസാണ്. ഓക്കെ, പിന്നെ ഈ സിമ്മർ എവിടെയെങ്കിലും ക്യാമറ ഫിക്സ് ചെയ്യുന്ന അറിഞ്ഞാൽ അവിടെ വന്ന് മെഴുകി എറിഞ്ഞ് നടക്കുന്ന കുറേ ടൈപ്സ് ഓഫ് ടീംസാണ്. ഓക്കെ, ഓവറേറ്റർ എന്നൊക്കെ പറഞ്ഞ ഇജാതി ഓവറേറ്റർ വേറെ എവിടെയല്ല. ഓക്കെ, രഞ്ജു ഓക്കെ ബൈ സി യു. അപ്പോൾ വെഡിങ് ബിരിയാണി കഴിക്കുക. ഇനി എപ്പോഴാണ് കാണുക? ഇനി കാണാം. ഓക്കെ.
എനിക്ക് ഇവന്മാരിൽ സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ. ഇവന്മാരെന്തിനാണ് പോകുമ്പോഴും വരുമ്പോഴും ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകണം? ഇപ്പോൾ വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഓക്കെ, വരുമ്പോഴും പോകുമ്പോഴും അവർ ഫോക്കസ് ചെയ്യണം, ഓക്കെ, അതിൻ്റെ ഇതെന്ന് വിചാരിക്കാം. ഇവന്മാരെന്തിനാണ് ഇവരൊക്കെ പോകുമ്പോൾ അവരെയും പോയി ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവർ പിറക്കി എന്നൊക്കെ പോകണം? നോക്കി, അവരെങ്ങനെയെങ്കിലൊക്കെ ജീവനും കൊണ്ട് ഓടിയതാണ്. അപ്പോൾ അവർ ചന്തി വരെ ഫോക്കസ് ചെയ്താണ് അവന്മാർ അവിടെ പോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് മാങ്ങ ഉണ്ട്, തേങ്ങ ഉണ്ട്, മറ്റാണ് തേങ്ങ. അവരാണെങ്കിൽ അവർ വീട്ടുകാരും കൂടെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവന്മാർ ഹാപ്പി ആയിരുന്നു. അതൊരു കണ്ടന്റ് ആകുമായിരുന്നല്ലോ. ഇവന്മാർ ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന വേറൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയാൽ പിന്നെ അത് മതിയല്ലോ കയറി പിടിക്കുക. ഓ, അത്രയും കഴപ്പാണ് ഗീസ് ഇവന്മാർ. ഇവന്മാരെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ്. വേറൊന്നല്ല ഗീസ്, ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത കുറേ ടൈപ്സ് സെലിബ്രിറ്റീസ് ഉണ്ടാവും. ഇവരാണെങ്കിൽ ഇങ്ങനെ തിയേറ്ററിൽ വരുമ്പോൾ ഇവന്മാരാണെങ്കിൽ പഴം വിഴുങ്ങിയണൊക്കെ അവിടെ നിൽക്കുകയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ കിഴങ്ങ് പുഴുങ്ങിയന്മാർ വന്ന് ഫ്രണ്ടിൽ നിന്നും ക്യാമറയും തൂക്കി കുറേ എണ്ണം കാണുമല്ലോ. അവരെ ഫോക്കസ് ചെയ്ത് നോക്കി അവർ വലിയ സംഭവം കണക്ക് അവരെ കൊണ്ടുവരും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഇമേജ് അവിടെ കീപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് ഗീസ് എനിക്ക് ഇവന്മാരെ സംബന്ധിച്ച് ഇവന്മാർക്ക് ഒരു റെസ്പെക്റ്റ് വേലി ഞാൻ കൊടുത്തിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഗീസ്, ആരും ശ്രദ്ധിക്കാത്തവരുടെ അഭിമാനമാണ് ഗീസ് ഇവന്മാരെ പോലുള്ളവന്മാർ. ഓക്കെ, അവർക്ക് അറ്റൻഷൻ കിട്ടണില്ല എന്ന് അവർക്ക് തോന്നാതിരിക്കാൻ ഗീസ് ഇതേപോലുള്ള വിടലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ ഗീസ് വേറെ കുറേ വിടലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവന്മാർ കാട്ടിക്കൊണ്ട് അവരെന്നൊക്കെ പറയുമ്പോൾ ഗീസ് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ രീതിയിൽ പറ്റാത്ത കുറേ അവരങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഏത് സെലിബ്രിറ്റീസും ഇവരെ കണ്ടാലും ഒന്ന് പേടിച്ചിരിക്കണം. കാരണം അത്രയ്ക്കും ഫോക്കസ്ഡ് ആൻഡ് കണ്ണിങ് ആണ് ഗീസ് ഇവന്മാർ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മളിപ്പോൾ റേപ്പിസ്റ്റിനെ പേടിക്കണമെന്ന് കേട്ട് ഇതേപോലുള്ള മീഡിയാസിനെയൊക്കെ പേടിക്കേണ്ടിയിരിക്കുന്നു. നോക്കി, കാരണം ഇവന്മാർ എവിടെയെങ്കിലേക്കാണ് കൊണ്ട് ക്യാമറ കൊണ്ട് പൂഴ്ത്തി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയുന്നില്ല ഇവന്മാർ എവിടെ വെക്കുന്നുണ്ടെന്ന്. ഇവന്മാരെ സംബന്ധിച്ച് ഈ സിമ്മർ ഈ ഒരു അവരത്തെ ഇങ്ങോട്ട് തുറന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. ഓക്കെ, കാരണം ഇവന്മാർക്ക് ഇതൊക്കെ ഒരു ഹരമായി തീർന്നിരിക്കുകയാണ്.